എന്നോട് കാര്യം പറഞ്ഞോ. ഞാനല്ലേ ചേട്ടനോട് നിങ്ങളൊരു വീട്ടിൽ ഒരാൾ വന്ന് കത്തി എടുത്ത് വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ഇതാ ചെയ്യുന്നത്. നാളെ വരുന്ന പുതിയ പിള്ളേർ കണ്ടിട്ട് ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, നാളെ ഇത് കണക്ക് ഒരു ആക്സിഡന്റോ എന്തെങ്കിലും ചെയ്ത് അപ്പൊ ഇത് പ്രാങ്ക് ആണോ അല്ലയോ എന്ന് അറിയാതെ ഫണ്ണല്ലോ. ഇതിനകത്ത് ടോക്സിസിറ്റി എന്ന് പറഞ്ഞ വലിയ സാധനമുണ്ട്. ഹലോ മച്ചമരെ, കേൾപ്പറങ്ങനെ പുതിയൊരു എപ്പിസോഡ് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം മച്ചമരെ. ഇപ്പം നമ്മൾ കുറേ നാളെ വീഡിയോസ് ഇട്ട് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോയ്ക്ക് ഒരു Q&A ഒരു സ്ട്രൈക്ക് സ്ട്രൈക്ക് ആയിരുന്നു, എനിക്കറിയത്തില്ല ഇന്ന്. അതുപോലെ പഴയ ഒരു ഷോർട്സിന് നമുക്ക് കാരണം വയലൻസിൻ്റെ ഒക്കെ പേരിൽ നമുക്ക് സ്ട്രൈക്ക് കിട്ടി. അത് കാരണം നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റിയില്ല. നല്ല ഉഗ്ര ഒരു പണിയാണ് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു പ്രാങ്ക് ഇവിടെ വന്ന് എടുത്തിരിക്കുകയാണ്. ഇതിപ്പം പാലക്കാട് അഗ്ലി എന്ന് പറയുന്ന സ്ഥലത്താണ്, നമ്മുടെ സൈലന്റ് വാലിയുടെ ഒക്കെ അടുത്തല്ലേ ഇത്? അതെ. പേരെന്താണ്? അമ്പിളി. ഇവിടെ എന്താണ് പ്രോഗ്രാം നടക്കുന്നത്? തേർഡ് ആനിവേഴ്സറി. നേച്ചർ ക്യാമ്പാണ് നടക്കുന്നത്. ഒരുപാട് നല്ല, ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടു, നല്ല രസമായിരുന്നു കേട്ടോ. ആദ്യം വന്ന് ഞാൻ ഇവിടെ കുറേ വാച്ച് ചെയ്ത്. അപ്പോൾ ഈ ബ്രോയുടെ പേരെന്തായിരുന്നു? സുരേഷ്. ഈ പുള്ളിക്കാരനാണ് ഇന്ന് എന്നെ ഇതിനകത്ത് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് ഇവരുടെ സൈഡിൽ നിൽക്കാൻ പോകുന്നത്. അതിലുപരി ഇവരുടെ കൂട്ടത്തിൽ ഒരു ഫൗണ്ടർ എന്ന് പറഞ്ഞ പുള്ളിക്കാരനോടുണ്ട്, പുള്ളിക്കാരകത്ത് നിൽക്കുകയാണ്. അപ്പം ഇവരുടെ കൂട്ടത്തിൽ ഒരു 4 പെണ്ണുങ്ങളുണ്ട്. അവരെയാണ് നമ്മൾ പറ്റിക്കാൻ പോകുന്നത്. എങ്ങനെയാവും, എന്തൊക്കെ വയലൻസ് ഉണ്ടാവും എന്നറിയത്തില്ല. എന്തായാലും മച്ചന്മാരെ, നമ്മുടെ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ആരെങ്കിലും പ്രാങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ചിലപ്പം ഞാൻ നല്ലൊരു ബ്രേക്ക് ഇട്ടിട്ടാണ് പ്രാങ്ക് ചെയ്തത്. അപ്പോൾ എന്തായാലും മച്ചന്മാരെ വീഡിയോയിലേക്ക് കിടക്കും. എൻ്റെ കാലൊന്ന് ഡിസ്ലൊക്കേറ്റ് ആയി, അപ്പൊ എന്റെ അടുത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 4 വീക്സ് എന്റെ ഒരു സ്റ്റിക്ക് ഉണ്ട്, കണ്ടിട്ടുണ്ട്. ഞാൻ വന്ന് സ്റ്റിക്ക് കുത്തിയില്ല. മനസ്സിലായില്ലേ? 4 വീക്സ് റെസ്റ്റ് ചെയ്യണം, അനങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ ലൈഫ് ലോങ് കുത്തി നടക്കേണ്ടതെന്ന് വരും പറഞ്ഞു. 7 ദിവസം തികഞ്ഞില്ല ക്യാമ്പിൽ വന്ന്. ഇവിടെ ഉള്ള ആൾക്കാരിനേക്കാളും കൂടുതൽ ഓടി നടന്ന ഞാനാണ്. അതെന്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ഇവിടം വരെ വന്ന എന്തിനു? വേറെ പിന്നെന്തൊക്കെ പ്രോഗ്രാം കണ്ടല്ലോ, ഞാൻ ദിൽഷയെ കാണാനാണ് വന്നത്. ഞാൻ വെജിറ്റേറിയൻ മുട്ടയും മീനും കഴിക്കും, ചിക്കൻ ഒന്നും കഴിക്കത്തില്ല. ചിക്കൻ ബീഫ് അതൊന്നും കഴിക്കത്തില്ല. ഇവിടെ വെജിറ്റേറിയൻ നല്ല ഫുഡ്, രക്ഷയില്ല. ഇല്ല, ഞാൻ ദിൽഷയെ കാണാൻ വന്നതാണ്. നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫൗണ്ടറിനോട് സംസാരിച്ചാൽ മതി. ജസ്റ്റ് അവരോടൊന്ന്. എനിക്ക് തലവേദന എടുക്കുന്നത്. ഞാൻ ഒരുപാട് നേരം ഞാൻ ദിൽഷയെ നോക്കി നിൽക്കുന്നത്. നിങ്ങളുടെ പരിപാടിയാണ്, എന്നെ അറിയത്തില്ല, ചോദിക്ക്. ഞാൻ പോകുന്നെങ്കിൽ ദിൽഷയും കൊണ്ടാണ് പോകും. ഭയങ്കര പ്രശ്നങ്ങളായിട്ട് നടത്തുന്ന പരിപാടിയാണ്, മനസ്സിലാക്കേണ്ട. എന്നുവെച്ചാല് രാവിലെ 3 വട്ടം പോലീസ്. ഒറ്റ മിനിറ്റ്. ചേട്ടൻ ഇങ്ങനെ വന്നിട്ട് ഇവിടെ കിടന്ന് ബാളം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമ്മളെങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ചേട്ടൻ ബാബോ അല്ല, പേരെന്താ? ചേട്ടനോട് ഇറങ്ങി, അതായിരിക്കും നല്ലേ. ബാ നിങ്ങളാരാണ്? മാറി ചേട്ടൻ ബാ, ചേട്ടൻ ബാ, വെറുതെ വിഷയാം. ബാ ചേട്ടൻ ബാ. ഞാൻ വരുന്നില്ല. നിങ്ങൾക്ക് അറിയാവോ? നിങ്ങളുടെ അടുത്ത് ഈ പറയുന്നേ, എന്റെ അടുത്ത് ദിൽഷ എന്നുള്ള പേര് മെസ്സേജ് അയച്ച് മിണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ആ പറയുന്ന കൊച്ചിന്റെ ഒരു ദിൽഷ പറഞ്ഞു, മലയാളത്തിൽ പറഞ്ഞു. ബ്രോ, നിങ്ങളാണ് ഇതിന്റെ ഫൗണ്ടർ. ബ്രോ ഒരാളുടെ ഒരു ഇഷ്യൂ പറയുമ്പോൾ അത് മനസ്സിലാക്കണം ബ്രോ. എന്തോ റോങ് പറ്റിയത് ചേട്ടാ, വിട്ടു. അല്ല, അങ്ങനല്ല. ദേഹത്തോടല്ല, ആരും ദേഹത്തോടല്ല. അത് ഭയങ്കര പ്രശ്നം, അതുകൊണ്ടാ പറയണത്. ദേഹത്തോടല്ല. എന്താ ചേട്ടൻ്റെ പ്രശ്നം? എന്താ എന്റെ അടുത്ത് ചാറ്റ് ചെയ്തിട്ടില്ലേ ദിൽഷ എന്നല്ലേ എന്റെ അടുത്ത് പറഞ്ഞത്?
എന്റെ ചാറ്റ് കാണിക്കാൻ എന്റെ ഫോണും അതെല്ലാം പോയതുകൊണ്ടാണ് ഞാൻ തപ്പി പിടിച്ച് ഇവിടെ എത്തിയത്. ഇത് ചാറ്റ് ഇവിടെ വന്നിട്ട് വിഷയം ഉണ്ടാക്കേണ്ട കാര്യം എന്താ? ഞാൻ പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും? എനിക്ക് കണ്ടുപിടിക്കണ്ടേ? ഞാൻ വന്ന് ഇവിടെ ഞാനാണ് കംപ്ലൈന്റ് കൊടുത്തത്. ഇവിടെ ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുത്തായിരുന്നല്ലോ, ഞാനാണ് കൊടുത്തത്. എന്തിനാണ് എന്റെ അടുത്ത് കള്ളം പറഞ്ഞു വന്നത്? ഒരു കാര്യം ചോദിക്കട്ടെ, പുള്ളിക്കാരൻ എന്തെങ്കിലും കഴിക്കാൻ എന്തെന്ന് വെച്ചാൽ കൊടുക്കും. ആ പുള്ളിക്കാരൻ ഇപ്പൊ പോയ പുള്ളിക്കാരൻ അല്ല. നിങ്ങളൊരു ഞാൻ അറിയാത്തൊരു കാര്യം ചോദിക്കുന്നത്. ഒരാളൊരു പ്രശ്നമായിട്ട് ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ എന്താണ് നിങ്ങൾ വിചാരിച്ചു വെച്ചേക്കുന്നത്? നിങ്ങൾ എന്താണ് ഈ പറയണത്? അല്ലൊന്ന് ആലോചിച്ചു, നിങ്ങളൊന്ന് ആലോചിച്ചു. ഇത്രയും ദൂരം എനിക്ക് താനായിട്ട് സംസാരിക്കണം എന്നല്ല, എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കണം. ശരി, എന്തിനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്? എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ ആ ഫോൺ പോയത് കൊണ്ടാണ് ഞാൻ തിരക്കി ഇവിടെ വന്നത്. എടോ, തനിക്ക് എന്തെങ്കിലും അമ്നേഷ്യ അത് വല്ലതും ഉണ്ടോ? ഇവിടെ താൻ തന്നെയല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ പ്രോഗ്രാമുകളുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? എൻ്റെ അടുത്ത് എന്താണ് എന്റെ ദേഹത്ത് പിടിക്കുന്നത്? എന്താണ് ദേഹത്ത് പിടിക്കുന്നത്? എന്റെ ഡോക്ടർ റോബിൻ എൻ്റെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ മര്യാദയ്ക്ക് എൻ്റെ പേര് പറഞ്ഞ് നമ്മൾ ഭയങ്കര കൂട്ടുകാരായിട്ട് സംസാരിച്ച് പറയാം നമുക്കൊരു ഗെയിം കളിക്കാം. ഞാൻ ദിൽഷയും ഇയാൾ റോബിനുമാണ്. എൻ്റെ അടുത്ത് അത് പറഞ്ഞാണ് തുടങ്ങിയത്. അതെ, ഇൻസ്റ്റാഗ്രാമിലാണ്. ആ ചാറ്റ് ആ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ആ ഫോൺ പോയതുകൊണ്ടാണ് ഞാൻ അന്വേഷിച്ച് ഇവിടെ എത്തിയത്. പുള്ളിക്കാരി പിന്നെ എന്തിനു കരയുന്നു? ഇങ്ങനെ കരയേണ്ട കാര്യമില്ലല്ലോ. ഒരു കാര്യം നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ഒരു ആർഗ്യുമെന്റ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ എവിഡൻസ് നിങ്ങൾ കാണിക്കണം. അല്ലാണ്ട് വെറുതെ ഒരു ദിവസം കൊണ്ടല്ല, ഞാൻ അത് പോയത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ ചേട്ടനോട് എന്നോട് കാര്യം പറഞ്ഞോ. ഞാനല്ലേ ചേട്ടനോട് സമാധാനമായിട്ട് സംസാരിക്കുന്നതാണ്. ഞാൻ ചേട്ടനോട് സംസാരിക്കുന്നില്ലേ? കാര്യം പറ. പുറത്തു പോയിട്ട് എന്നൊക്കെ കാട്ടിക്കോ. ഇത് ഞങ്ങൾ എന്റെ കൂടെ അങ്ങോട്ട് വരാവോ? അങ്ങോട്ട് വരൂ, നമുക്ക് അവിടെ സംസാരിക്കാം. സംസാരിക്കാം, നമുക്ക് സംസാരിക്കാം. വാ, ചേട്ടൻ സൊല്യൂഷൻ പറ. എന്താ ചേട്ടന് വേണ്ടത്? ദിൽഷ വന്നെന്റെ അമ്മയടുത്തൊക്കെ സംസാരിക്കട്ടെ. ഞാൻ ഇത്രയുള്ള ചെറിയ ഗുളിക കഴിക്കേണ്ടത് ഇപ്പൊ 2 ഗുളിക കഴിക്കുന്നത്. കാരണം ദിൽഷ പറഞ്ഞോ വന്ന് സംസാരിക്കട്ടെ. ഗുളിക കഴിക്കണേ ഇവിടെ നടക്കുന്ന പരിപാടി ചേട്ടൻ ഒന്ന് മനസ്സിലാക്കി. ഇതൊക്കെ പറയണേല് സെൻസ് വേണ്ടേ? ഞാൻ പോന്നെങ്കിൽ ദിൽഷയും കൊണ്ടേ പോവും. അതൊക്കെ അത്രേ ഉള്ളൂ. കാണിക്കാം, കൊണ്ടേ കാണിക്കാം. അല്ല, നിങ്ങളൊക്കെ മാനയോട് സംസാരിക്കുന്നത്. ഇയാൾക്ക് എന്തോ പ്രശ്നം? മൈൻഡ് ചെയ്യണ്ട പ്ലീസ്. ഞങ്ങൾ പറയണില്ല, ഇത്ര നേരം പറഞ്ഞോണ്ടിരിക്കല്ലേ. ചേട്ടൻ കാര്യം പറ. അതാ, ഇതാണ് കാര്യം. എന്താണ് ഇപ്പൊ ചേട്ടൻ ഇതിൽ വിചാരിക്കുന്ന സൊല്യൂഷൻ? അത് പറഞ്ഞേ. നിങ്ങളെ ഈ പുള്ളിക്കാരൻ ഉണ്ടല്ലോ, നിങ്ങളല്ലേ ഇതിന്റെ ഫൗണ്ടർ. നിങ്ങളും ദിൽഷയും കൂടെ വീട്ടിൽ വാ. എന്റെ വീട്ടിൽ വന്ന് സംസാരിച്ചിട്ടോ. എന്റെ വീട് എറണാകുളത്തോ. ഞങ്ങൾ ഈ പ്രോഗ്രാം ഒന്ന് നടത്തിക്കോട്ടെ പ്ലീസ്. നിങ്ങൾ ഇവിടെ പ്രോഗ്രാം നടത്തിയാ പോരെ. എന്റെ അടുത്ത് പറഞ്ഞ എവിടാ? ഇതൊന്നും അറിയാണ്ടാണോ പ്രേമിച്ചേ?
ഞാനങ്ങ് സ്നേഹിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞത് ചേട്ടൻ പറ. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ദിൽഷ എന്റെ വീട്ടിൽ വരണം, സംസാരിക്കണം. എന്നെ വേണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എന്റെ വീട്ടിൽ ഒന്ന് സംസാരിച്ച വിഷയം തീർന്ന്. എന്റെ വീട്ടിൽ വിഷയമാണ്. ഞാൻ എന്റെ വീട്ടിൽ ഞാൻ ദിൽഷയ്ക്ക് വേണ്ടി ഉടുക്കാൻ സാരി അത് ഇതെന്ന് പറഞ്ഞ് ഒരു റൂം മൊത്തം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് ഒന്ന് സംസാരിച്ചിട്ട് പോകും. അതിന് തെളിവ് ഞാൻ എന്താ പറയുക, സാരിയും കൊണ്ട് വരണമായിരുന്നു പെങ്ങളെ. ചേട്ടന്റെ വീട്ടിലെ നമ്പർ വിളിക്കാം. ചേട്ടന്റെ വീട്ടിലെ നമ്പർ വിളി. ആ അമ്മയുടെ നമ്പർ നിന്റെ ഫോൺ വേണ്ട. ചേട്ടന്റെ വീട്ടിലെ നമ്പർ ഒരു ഫോൺ വിളി വിളി. അയാൾ പറഞ്ഞിട്ടല്ലേ ഞാൻ വീട്ടിൽ ഒറ്റ ആപ്പിൾ പോലും വെക്കാത്ത. ആ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ബ്ലസ്ലി ആപ്പിൾ അടിച്ച് ഇനി നീ ആപ്പിൾ തിന്നരുത്. അത് പറഞ്ഞിട്ടല്ലേ അത് ചോദിക്ക്. അല്ലേന്ന് ചോദിക്ക്. എവിടെയും പോകുന്നില്ല ദിൽഷ എല്ലാരും അറിയണം. മാറി എന്തിനാ പറയണേ? ഞാൻ നിന്നെ രഹസ്യമായിട്ടൊന്നും അല്ലല്ലോ. നീ എൻ്റെ അടുത്ത് എല്ലാരും കേൾക്കല്ലേ ചാറ്റ് ചെയ്തോണ്ടിരുന്നത്. നീ ഇപ്പൊ ഇപ്പൊ എല്ലാരെയും മുന്നേ വെച്ച് ആരെയും അറിയത്തില്ല എടുക്കത്തില്ലെന്ന് പറയുന്നത് എന്തു? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് സ്റ്റേഷനിൽ പോവാം. എനിക്കെതിരെ ദിൽഷ ഒരു പരാതി കൊടുക്കും, ഞാൻ വേറൊരു പരാതി കൊടുക്കാം. അളിയ എന്തോടെ ഇത്? ഞാൻ നേരത്തെ പറഞ്ഞു എന്ത് നിന്റെ അടുത്ത് എത്ര ഇഷ്ടത്തിലാണ് നടക്കുക. എടാ എന്നെ വിളിച്ചപ്പോ നീ കേട്ടല്ലേ? ഇയാളോട് കൊണ്ടുവന്നോ? എങ്ങോട്ട്? എറണാകുളത്തേക്കോ? ഭയങ്കര കമ്പനിയാ. ഞാൻ അന്ന് വിളിച്ചപ്പോ കേട്ടില്ലായിരുന്നു. ഞാൻ വോയിസ് ഒക്കെ കേട്ടിനി. ഞങ്ങൾ കൂട്ടുകാരാണ്. ഇദ്ദേഹത്തോടുന്നൊരു കാര്യം ഞാൻ പറയാം. ഉടുക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇത്രയും പിള്ളേരുണ്ട്. എല്ലാവരോടും ചേർന്ന് അങ്ങ് ഉടുക്കും അത്ര തന്നെ. ഇദ്ദേഹത്തൊന്നും തുറന്ന് നടക്കത്തില്ല. പ്ലീസ് ടാഗ് ചെയ്തിട്ടായിരുന്നു. ദിൽഷ ടാഗ് ചെയ്തിടും എന്നെ സ്ഥിരം. ദിൽഷ ടാഗ് ദിൽഷ ടാഗ് കുറച്ചാളായി എന്നും ടാഗ് ചെയ്യാറുണ്ട് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ടാഗ് ചെയ്യുന്നു. ഞാനത് ഞാൻ ഒരു 8, 7, 6ാം ക്ലാസ്സിൽ 2 തൊട്ടേ ഇരുന്നു. മെസ്സേജ് അറിയോ? ആ എങ്ങനെ? അതെന്റെ കൂട്ടാനോട് ഞാൻ പറയും, അവൻ അയച്ചു ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യും. ABCD മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ട്. അതിന്റെ അർത്ഥം അറിയണ്ടേ? ID കാർഡ് വരെ കാണിച്ചെന്നോ ആതിര എന്നുള്ള പേരായിട്ടുള്ളത്. ആദി പറയുന്ന മനസ്സിലാക്കും. അവരവിടെ സംസാരിക്കട്ടെ. ഒരു പെണ്ണിന് കഴിഞ്ഞിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യല്ല. ആ പെണ്ണിന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഇഷ്ടം അത് എന്റെ അടുത്ത് ഇഷ്ടമല്ലെന്ന് മുഖത്ത് നോക്കി പറയട്ടെ. ഇപ്പൊ ഇഷ്ടമല്ലാതായി. ഇത് പിടിച്ചാണ്. അതൊക്കെ പിടിച്ചോണ്ട് നമുക്കന്ന് അടിച്ചങ്ങ് തീർക്കാം. അടി വേണം. നിങ്ങൾ ആരും ഇടപെടരുത്. അടിക്കും, ഞങ്ങളടിക്കും. ഫിസിക്കൽ അസോൾട്ട് നടക്കത്തില്ല. എന്തിനാടാ ഇവരെല്ലാരും കൂട്ടം? നീ ഒറ്റയ്ക്ക് അടിക്കടാ. സത്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പൊക്കോളാം. നീ ഇത്രയും പേരെ വെച്ച് സമ്മതിക്കണം. സമ്മതിക്കേണ്ട കാര്യം ഉണ്ടടാ. കാര്യമുണ്ട്. എന്തിന്? എന്തുവാടെ ഇതില് JCB വന്ന് മണ്ണ് മാന്തി കണക്ക് അടുത്തോട്ട് വരുമ്പോ മാന്തിക്കൊണ്ട് പോകണം. ഞാൻ ഒറ്റ ഒരു കാര്യം ചോദിക്കാം. അത് സമ്മതിക്കോ ഇല്ലയോ നമുക്ക് നോക്കാം. ശരി, എന്റെ മുഖത്തൊക്കെ ഒന്നുകൂടെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇവിടെ നടന്നു പോക്കോളാം. ഉറപ്പാണ്. ചേച്ചി വണ്ടിക്കൂലിക്ക് ഒരു 100 രൂപ. ചേച്ചി വണ്ടിക്കൂലി. ചേച്ചി ഇതിന്റെ ആരാ? അല്ല ചേച്ചി ഇതിന്റെ ആരാ? വിശക്കണേ ചേച്ചി. ചോറ് കൊടുക്കുക. ചോറ് കഴിഞ്ഞാ ഞാനത് കഴിച്ചു. അതിനോട് പ്രസക്തി ഇല്ല കേട്ടോ.
ഞാൻ കാലത്തൊന്നും കഴിച്ചിട്ടില്ല. ഇവിടെ നിക്ക്. എടാ, നീ എന്നെ ഇങ്ങനെ പോയി. കഴിഞ്ഞു. വണ്ടി ആക്കി കയ്യിലില്ലേ? ആ ഹെൽമെറ്റ്. പക്ഷേ എനിക്ക് വിശക്കുണ്ട്, എന്തേലും കഴിക്കാൻ തരുമോ? ഉറപ്പാണോ? ചേട്ടനാണെങ്കിൽ ബിരിയാണി വാങ്ങി മേടിച്ചു തരാം. ഞാൻ പോണ്, കഴിക്കാൻ എന്തേലും തന്നാൽ മതി. പിന്നെ വണ്ടിക്കൂലിക്ക് എനിക്കൊരു 100 രൂപയും കൂടെ. ഓക്കെ. ഓ, പിന്നെ നിങ്ങളുടെ ഫൗണ്ടർ പറഞ്ഞിട്ടാണ് നമ്മൾ കേൾപ്പടം എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഒന്ന് പ്രാങ്ക് ഷോ നടത്തിയത് കേട്ടാ. ഇത് കേൾപ്പടം എന്നുള്ള യൂട്യൂബ് ചാനലിൻ്റെ പ്രാങ്ക് ഷോ ആയിരുന്നു. നിങ്ങളുടെ ഫൗണ്ടർ എല്ലാവരും എന്ത് ക്യാമറ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ നിങ്ങളെ ഞാൻ പറഞ്ഞ ബ്രോ, എന്താണ് ടോക്സിക് ഇതില്? ഇതിനകത്ത് വേറൊരാളുടെ മൈൻഡ് ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിക്കട്ടെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അല്ല സിസ്റ്റർ, നമ്മള് അല്ല അങ്ങനല്ല. നമ്മൾ യൂട്യൂബിന് വ്യൂവോ പൈസച്ചോ ഒന്നും അല്ല. നമ്മളിപ്പോ ഒരു ആക്സിഡന്റ് നടക്കുന്നത് അല്ലെങ്കിൽ ഒരാളുടെ റിയാക്ഷൻ ആണ് ഇവിടെ കട്ടാവുന്നത്. മനസ്സിലായി? ഇത് എന്റെ അഭിപ്രായമാണ്. ഇത് ഒരു NGO ഇത് പരിപാടിയാണ്. ഇത് എന്റെ അഭിപ്രായമാണ്. ബ്രോ, ഇനി ഞാൻ പറയുന്ന കുറച്ച് നിങ്ങളൊരു വീട്ടിൽ ഒരാൾ വന്ന് കത്തി എടുത്ത് വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ഇതാ ചെയ്യുന്നത്. നാളെ വരുന്ന പുതിയ പിള്ളേർ കണ്ടിട്ട് ഇപ്പം ഞാൻ ഒരു കാര്യം പറയും, നാളെ ഇത് കണക്ക് ഒരു ആക്സിഡന്റോ എന്തെങ്കിലും ചെയ്ത് അപ്പൊ ഇത് പ്രാങ്ക് ആണോ അല്ലയോ എന്ന് അറിയാതെ ഫണ്ണല്ലോ. ഇതിനകത്ത് ടോക്സിസിറ്റി എന്ന് പറഞ്ഞ വലിയ സാധനമുണ്ട്. അത് ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായം. അപ്പൊ മച്ചാമാരെ, നമ്മളിപ്പോ നിൽക്കുന്നത് കറക്റ്റ് ഈ സ്ഥലത്തിന്റെ പേര് അഗ്ലി എന്നാണ്. ഇത് പാലക്കാട് ജില്ലയിലെ അഗ്ലി. ഞങ്ങൾ അടിപൊളി കാട് മലയൊക്കെ കയറിയാണ് വന്ന്. ബ്രോയുടെ പേരെന്താണ്? ജയ്ജിത്ത്. പിന്നെ ഒരു പേര് അമ്പിളി. നിങ്ങളിവിടെ എന്ത് പ്രോഗ്രാം ആയിരുന്നു ബ്രോ? ഞങ്ങൾ ഇവിടെ ജനറൽ പീപ്പിളിന് വേണ്ടി എന്താണ് അട്ടപ്പാടി കൊണ്ട് ഉദ്ദേശിക്കുന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ ഇവരൊരു എന്താണ് പറയുന്നത്, നമ്മുടെ ഒരു സോഷ്യൽ വർക്ക് പോലല്ലേ ബ്രോ ഇത്? അതുപോലെ NGO. അപ്പൊ NGO പീപ്പിൾസ് ആണ് ഇവര്. വന്നിന്നോ. അപ്പം ഇവർ രണ്ടുപേരും ആണ് നമ്മുടെ അടുത്ത് ഇത് പറഞ്ഞ് ചെയ്യാൻ. പാവം കരഞ്ഞ്. ബ്രോയ്ക്കൊക്കെ അറിയായിരുന്നു. ബ്രോന്റെ പേരെന്താ ബ്രോ? സുരേഷ്. നമ്മുടെ സുരേഷ് ബ്രോ ഉണ്ടല്ലോ, എനിക്ക് ഇവിടുന്ന് ഇവർ സെലക്ട് ചെയ്ത് തന്നൊരു പേരാണ്. നല്ല സെറ്റ് ആയിരുന്നു ബ്രോ. വെൽക്കം ടു കേൽ പ്രാങ്ക്. നിങ്ങളെ പ്രതീക്ഷ പോലൊക്കെ നടന്നോ ബ്രോ? ബ്രോ പ്രതീക്ഷ പോലെ നടന്നോ? ഓക്കെ ആണോ ചേച്ചിയെ? ഓക്കെ ആണോ? അപ്പൊ ഇത് കോ ഫൗണ്ടർ ഒക്കെ ആണ് ഇവര്. ഇതിന്റെ ചേച്ചിയെ വാ. അല്ല, ഇവരെ പറ്റിക്കില്ലായിരുന്നു. പക്ഷെ ഇവരെ കണ്ടില്ല. പ്രേമീന്ന് ഔട്ടായി പോയല്ലേ. അപ്പം എന്തായാലും മച്ചാമാരെ, അടുത്ത ഇതുപോലെ നല്ല നല്ല എപ്പിസോഡുകൾ വരും. നിങ്ങൾ നമ്മളെ പ്രാങ്ക് ചെയ്യാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇതാണ്. ഇതിൽ കോൺടാക്ട് ചെയ്ത് നമ്മളെ വിളിച്ചാൽ മതി. നമ്മളൊന്ന് പ്രാങ്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ മൈ ഡിയർ ഫ്രണ്ട്സ്, ബൈ ബൈ.